അപ്പോൾ $10 ഒരു ഇങ്ങനെ പല ഉണ്ട്, 10, 12, 18 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ $10 ഇതിനകത്ത് നിക്ഷേപിക്കുകയാണ്. ആപ്പിളുണ്ട്, ഇഷ്ടം പോലെ ആപ്പിൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്നിച്ചൻ തോമസ്. ഇന്ന് അടിപൊളി ഒരു മോർണിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഞാൻ കാണിക്കും മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ തുടർന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളുമാണ്. അപ്പോൾ എൻ്റെ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. ഇതിനല്ലേ നമ്മളെപ്പോഴും പറയാൻ നമുക്ക് നമ്മുടെ വണ്ടി താണ്ട് കിടക്കുന്നു. നമ്മുടെ വണ്ടിയും ഈ വ്യൂ കണ്ട് കിടക്കുകയാണ്. കാരണം ഇത്രയും നാൾ അവൻ ഗരാജിൽ കിടന്ന് അവൻ്റെ വലിയ വ്യൂ ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇത് ഈ വ്യൂ ആണ്. ആ വണ്ടിയെ പോകണക്ക് തന്നെ നമ്മളും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ പൊള്ളി വ്യൂ ആണ്. ഒരു കാപ്പിയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇറങ്ങി വരുന്നുണ്ടോ, മഞ്ഞിറങ്ങി വരുന്നുണ്ടോ. മഞ്ഞിറങ്ങി ആ മരത്തേലോട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് അവർ ബന്ധുക്കളാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈകോർത്ത് നിൽക്കുകയാണ് കണ്ടോ. അവിടെ നിന്ന് സൂര്യൻ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നു, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് അവനും നോക്കി നിൽക്കുന്നു. അതിനോട് പശുക്കളുടെ ചെറിയ കാർച്ച കരയുന്നതൊക്കെ കേൾക്കാം അവിടെ ഇവിടെ കണ്ടോ. ഇന്ന് രാവിലെ നേരെ നമ്മൾ ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ചേച്ചി നമ്മൾ രാവിലെ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി അല്ലേ? ഇന്നലെ വൈകിട്ട് നമ്മൾ നൂഡിൽസ് ഇച്ചിരി ഉണ്ടാക്കി, ഇനി ഉച്ച ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയുടെ ഇച്ചിരി അല്ലേ വന്നപ്പോൾ കൊണ്ടുവന്ന് ബ്രെഡ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ വിടുക അല്ലേ? പോയാലോ? നല്ല പ്ലേസ് ആയിരുന്നു അല്ലേ? നല്ല വീടായിരുന്നു, നല്ല അക്കോമഡേഷൻ, എല്ലാം കൊണ്ടും നല്ല നല്ല സ്റ്റേ ആയിരുന്നു. രാവിലത്തെ മഞ്ഞൊക്കെ പൊഴി നല്ല അല്ലെ? മഞ്ഞ് പൊഴിയുന്ന സമയത്ത് വരുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഇവിടെ പൊഴിയും തോന്നുന്നു. പൊഴിയും തോന്നുന്നു, തണുപ്പുണ്ടല്ലോ. ബാക്കി അവർ ചെയ്തോളൂ അല്ലേ? അപ്പം ബൈ ബൈ കൊയോട്ട വില്ല, പനോരമിയ വില്ല അല്ലേ? പനോരമിയ കൊയോട്ട വില്ല നല്ല വീടായിരുന്നു, നല്ല അക്കോമഡേഷൻ. അതെ, നമ്മുടെ പനോരമിയ വില്ലയാണ് അല്ലേ? നമ്മുടെ ഡ്രീം പനോരമിയ കൊയോട്ട, അടിപൊളി ഡ്രീം ഹൗസ് അല്ലെങ്കിൽ ഇതുപോലൊരു സ്ഥലം അല്ലേ? പക്ഷെ 2 ബെഡ്റൂമേ ഉള്ളൂ. അതൊരു നല്ലതായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ ആവശ്യം, എന്നാലും നല്ല വീടാ, നല്ല വീടാ. അപ്പം ബൈ ബൈ. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ്. ഇച്ചിരി ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ട് കഴിക്കാം അല്ലേ? എല്ലാം കഴിച്ച് നല്ലതൊക്കെ വല്ലതും കണ്ടുകണ്ടൊക്കെ പോകാം. അതെ അതെ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് വീടൊക്കെ പൂട്ടി ഇറങ്ങി. നമ്മൾ മെറ്റൽ ഫോർഡിലൊരു കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീട് എടുത്തായിരുന്നല്ലോ. എടുത്തപ്പോൾ അവിടെ നിന്ന് 2 വൗച്ചറുണ്ട്. ഒരു കാപ്പിക്കടയുടെ ഒരു ഇതും വൗച്ചർ ഇതിലൂടെ അതിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കാപ്പി മേടിക്കണം. അതിന് മുമ്പേ നമ്മളൊരു 18 കിലോമീറ്റർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന റൂട്ടല്ല, വന്നു കഴിഞ്ഞാൽ ഇവിടെ ബഫല്ലോ ലേക്ക്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നല്ലോ, ഇച്ചിരി വെള്ളച്ചാട്ടം. ആ വെള്ളമൊക്കെ വരുന്ന ഇവിടെയാണ്. ഇതൊരു ബഫല്ലോ ലേക്ക്. എനിക്കൊരു തേക്കടി നമ്മൾ ബോട്ടിങ്ങിനൊക്കെ നിൽക്കുന്നൊരു പ്രീതിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല മനോഹരമായ ഒരു ചെക്ക് ഡാം അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ലേക്കാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ് പ്രദേശം. ഈ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്ന് ഇരിക്കാനും ഒക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. ഈ സറൗണ്ടിങ്സൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. അതുകൊണ്ടോ അതാണ് ഞാൻ പറഞ്ഞ ചെക്ക് ഡാം. നമ്മുടെ ബഫല്ലോ റിവർ ഒഴുകി ഇങ്ങനെ അതുവഴിയാണ് വരുന്നത്. അവിടെ നിന്ന് വെള്ളം താഴോട്ട് നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അവിടെ ഫിഷിംഗ് ഒക്കെ അലൗഡാണ്. ചില ആൾക്കാരൊക്കെ ഇവിടെ കാറൊക്കെ അവിടെ ഇട്ടിട്ട് ഫിഷ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ആ ചെസ്റ്റ് അതുവഴി നിന്ന് ക്രോസ് ചെയ്ത് പോയായിരുന്നു അപ്പുറത്തോട്ട്. പിന്നെ തേക്കടി, എനിക്ക് ആ ഒരു തേക്കടിയുടെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നമ്മളെ ഈ പറഞ്ഞ കണക്ക്
വനത്തിൽ നിന്ന് ആന ഇങ്ങനെ ഇറങ്ങി വരുന്നതും വെള്ളം കുടിക്കാൻ ഇങ്ങനെ ആനയും മാനും കൂട്ടമൊക്കെ വരുന്നതും ചില പക്ഷികളൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ ആ ഒരു പ്രതീതിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കാരണം അവിടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞവർക്ക് ഞാൻ പറഞ്ഞവർക്ക് ബോട്ടിങ്ങിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല ഫിഷൊക്കെ കാണും. കാരണം ഇത്രയും വലിയ ഡാമിൻ്റെ ഇതൊക്കെ ഇടുക്കി ഡാം തുറന്നു വിടുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ തുറന്നു വിടുമ്പോൾ മീനൊക്കെ ചാടിപ്പോകുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കണക്ക് ഇഷ്ടംപോലെ വലിയ വലിയ മീനുകൾ കാണും. അതൊക്കെ പിടിക്കാനാണ് വന്നത്. നമുക്ക് ബോട്ടുണ്ടെങ്കിൽ നടക്കും. സൈഡിൽ നിന്നാൽ എനിക്ക് തോന്നുന്നു കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവർക്കൊക്കെ ഓരോ സ്പോട്ട് അറിയാം. എന്നാലും വളരെ മനോഹരമായ സ്ഥലം കേട്ടോ. നമുക്കിട്ട് ലേക്ക് ബഫല്ലോ ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലമല്ലേ? ഫിഷിങ്ങിന് പോകുന്നോ? നിനക്ക് ബോട്ട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വേണ്ടേ? ഇഷയ്ക്ക് പോകണോടി? ബോട്ടെ മീൻ പിടിക്കാൻ അല്ല, വേറെ എനിക്ക് ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല. ആണല്ലേ? ഇവിടെ എഴുതിച്ചിട്ടുണ്ട് റോവിങ് ഓപ്പറേഷൻ ഏരിയ. റോവിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ക്ലിഫുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ സ്വിമ്മിങ് എടുക്കുന്ന ഒരു കോഷൻ എടുക്കണം. പിന്നെ വാട്ടർ സ്കീയിങ് ഏരിയ, അതെല്ലാം സംഭവം ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ പെർമിറ്റഡ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പട്ടി അതിനെ കൊണ്ടുവരാം, പിന്നെ വെള്ളമിറക്കി കൊണ്ടുപോകാം, ലേക്ക് ബഫല്ലോ കെയറിങ് ചെയ്യുന്നതിൻ്റെ ഓരോ രീതിയാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇവരെല്ലാം അതനുസരിച്ചേ പോവുള്ളൂ. ഏതായാലും നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. നമ്മളെ ബഫല്ലോ ലേക്ക് ഒക്കെ കണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ രണ്ട് സൈഡും ആപ്പിൾ തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങളാണ്. ഇതാണൊരു ആപ്പിൾ തോട്ടമാണ്. അതായത് നമ്മൾ ഈ കാണുന്നത് ആപ്പിൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ മക്കളെ? ആപ്പിൾ കിടക്കുന്ന കണ്ടോ? ഇത് കുറ്റി ആപ്പിളാണ്. അത് ഇഷ്ടംപോലെ ബഡ് ചെയ്ത് അങ്ങനെ എന്തോ സംഭവം. അതായത് ഇഷ്ടംപോലെ ആപ്പിളുണ്ട്. ഇതിങ്ങനെ ഇവരിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഈ വല ഇങ്ങനെ വിരിച്ചിട്ടേക്കാണ്. അത് പക്ഷികളൊന്നും കയറാതിരിക്കുകയാണ്. ഈ സൈഡിൽ പൊക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആൾക്കാർ ഇപ്പോൾ കയറാൻ വേണ്ടിയായിരുന്നു തോന്നുന്നത്. അത് താത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷികളും കയറുകയില്ല. ഇതെല്ലാം ഇഷ്ടം പോലെ ആപ്പിളാണ്. ആപ്പിൾ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ അകത്തോട്ട് കിടക്കുകയാണ്. ഇഷ്ടം പോലെ 4 സൈഡിലും ഇങ്ങനെയുള്ള തോപ്പുകളാണ്, ആപ്പിൾ തോപ്പുകളാണ് ഇഷ്ടം പോലെ. ഇതുകൊണ്ട് ആപ്പിളുണ്ടോ? ആപ്പിളുണ്ട് ഇഷ്ടം പോലെ. ആപ്പിൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. എന്ത് രസമെന്ന് പറയും, കാണാൻ ഭയങ്കര രസമാണ്. ഇഷ്ടം പോലെ ആപ്പിളുണ്ട്, ഇഷ്ടം പോലെ. ഇങ്ങനെ ഏക്കർ കണക്കിന് നിൽക്കുകയായിട്ടല്ലേ. കൊലകൾ കണ്ടില്ലേ? ഒരു കൊല ഇലയെക്കാട്ടും കൂടുതൽ ആപ്പിൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇത് റോഡ് സൈഡിലെ ആപ്പിളല്ല, ഇവർ നട്ട് വളർത്തി സംരക്ഷിക്കുന്ന ആപ്പിൾ. ചിലയിടത്ത് ഇങ്ങനെ കടപോണൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണേൽ മേടിച്ചോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ആപ്പിൾ ഇപ്പം അങ്ങനെ ഒരു കടയൊന്നും കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മേടിക്കാൻ ഒരു സൗകര്യമില്ല. പക്ഷെ നല്ല തുന്ന തോട്ടം അല്ലേ? നമുക്ക് പോയാലോ? പിന്നെ ഞാനൊരു കാപ്പിയുടെ വൗച്ചർ കിട്ടില്ല, കോഫിയുടെ. അങ്ങോട്ട് ചെല്ലുന്നവർക്ക് അത് കോഫി വൗച്ചറും കൊടുത്തൊരു കാപ്പി മേടിക്കാം അല്ലേ? തന്നെ മേടിച്ചു കുടിച്ചാൽ മതി. നമുക്ക് വൗച്ചറുണ്ട്, $20 വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നാ വിട്ടാലോ? പോകുമ്പോൾ അപ്പോൾ ഇതേ നമുക്ക് അവിടുന്ന് വൗച്ചർ കിട്ടിയായിരുന്നു, 2 വൗച്ചർ. എന്തോ ഒരു സാധനം മേടിക്കാൻ. ഒന്ന് ഒരു കഫേയുടെയാണ്, പിന്നെ വേറൊന്ന് എന്തോ തുണിക്കട, അവിടെ തന്നെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയി ഒരു കാപ്പി മേടിച്ചുകൊണ്ടിരാം. ഏതായാലും വെറുതെ കളയണ്ട, $20 കിട്ടിയതല്ലേ അല്ലേ? നിനക്ക് വേണം കാപ്പി? $20 എന്താണെങ്കിലും മേടിച്ചുകൊണ്ടിരാം. അതെ, ഞങ്ങൾ അവിടെ നമ്മളെ ഫ്രീ വൗച്ചർ കിട്ടിയെടുത്തുനിന്ന് ഒരു കോഫി, നല്ലൊരു കോഫി, ലാർജ്. ഞാൻ സാറിന് സ്മോളാണ് വെക്കുന്നത്, കാരണം പൈസ ഉള്ളതുകൊണ്ട് ലാർജ് മേടിച്ചു. പിന്നെ ഒരു മഫിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വന്ന റൂട്ട് ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലമുണ്ടെങ്കിൽ, നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇത് നല്ലൊരു ഷോപ്പാണ് കേട്ടോ. എന്നാൽ റെഡ് റാമിയ, അതായത് നമ്മുടെ ഇന്ത്യൻ തീമും അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് ജോധ്പൂറിൻ്റെ ഒരു നമ്മുടെ ജോധ്പൂർ വില്ലയില്ലേ, അതിൻ്റെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൻറ്റിക് ഷോപ്പ് ഒരു കളക്ഷനാണ് സംഭവം. നമ്മുടെ ഓട്ടോറിക്ഷ കണ്ടിരിക്കുന്നത് ജോധ്പൂർ. ഇതാണ് ജോധ്പൂർ വില്ല. ഞങ്ങൾ താമസിച്ച 1 ബെഡ്റൂം വില്ലയുടെ ഒരു മെമ്മറിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ ഓണേഴ്സിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ജാപ്പനീസ് ഇങ്ങനെ എല്ലാ പഴയ ആൻറ്റിക് ഷോപ്പാണ്. നമ്മൾ ഷോപ്പിങ്ങൊന്നും ചെയ്യുന്നില്ല. ഏതാണ് നമുക്ക് നേരെ വിട്ടേക്കാം. ഓണേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. കാരണം ജോധ്പൂർ എന്നാണ് ഇത് എഴുതിയേക്കുന്നുണ്ടോ? ഓട്ടോറിക്ഷ എഴുതിയേക്കുന്നത്. പക്ഷെ ആ വില്ലയുടെ ഒരു പേരും ജോധ്പൂർ എന്നാണ്. എനിക്കൊന്ന് അവരുടെ തോന്നുന്നു. ഇന്ത്യക്കാരനാണോ? അതെനിക്കറിയാൻ പറ്റില്ല, ഞാൻ കണ്ടില്ലല്ലോ. എന്നാ വിട്ടാലോ? പറയാൻ പറ്റില്ല, സാധ്യതയുണ്ട്.
നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ ഈ ഹൈവേ വിജനമായ വഴികളാണ് ഇതെല്ലാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റോഡ് സൈഡിൽ ഇങ്ങനെ റൂറലിലൊക്കെ വീടുകളുണ്ട്. ഇതിനകത്തൊക്കെ ചിലപ്പോൾ 5-8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറിയ ഫാം ഹൗസുകൾ കാണും. അപ്പോൾ അവർക്ക് ഓർഗാനിക്കായിട്ടുള്ള പല കൃഷികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ അവരിങ്ങനെ മാർക്കറ്റിലൊക്കെ കൊണ്ട് ലോക്കൽ മാർക്കറ്റിലൊക്കെ കൊണ്ട് വിൽക്കും. അതുകൂടാതെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ പുറകെ കണ്ടൊരു വണ്ടി, ആ വണ്ടിയിലാണ് ഞാൻ കാണിക്കുക. അങ്ങനെ ആപ്പിള്, മുന്തിരി, അങ്ങനെ ഗാർലിക്ക്, ഇവിടെ ഉണ്ടാകുന്ന ഓർഗാനിക് വെജിറ്റബിൾസ് എല്ലാം അവരങ്ങനെ വിൽക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പുറകെ കണ്ടില്ല, ആ വണ്ടി ഞാൻ കാണിക്കാം, പെട്ടെന്ന് കാണിക്കാം. ഇത് ഞാൻ പറഞ്ഞൊക്കെ മെയിൻ ഹൈവേ ആണ്. ഇവിടെ ഇവർ വിൽക്കുന്നത് വെച്ചാൽ ഓർഗാനിക് പംകിൻസ് ആണ്. ഇതിൻ്റെ സംബന്ധിച്ചിട്ട് ഇവിടെ ആളുമില്ല, ഒരു മനുഷ്യരില്ല. ഇത് നമ്മളോർക്കും ഇത് മുഴുവൻ ചാക്കി കയറിയാൽ നമ്മുടെ ഈ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല, നമ്മളെ സത്യസന്ധതയാണ് ഇവിടുത്തെ ഏറ്റവും വലുത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ പങ്കിനും എത്ര രൂപ എന്നുള്ള കാര്യം. ഈ പമ്പിന് 17, ഇതിന് $12, ഇങ്ങനെ ഓരോ പമ്പിനും ഓർഗാനിക് പമ്പിനാണ് ഇല്ലേ ഈ വണ്ടിയെ വെച്ചേക്കാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ പൈസ ഇടണം ഈ ബോക്സിനകത്ത്, കണ്ടില്ലേ, അത് അവിടെ ഉറപ്പിച്ച് വെച്ചേക്കാണ്. ഒരു മനുഷ്യനും അങ്ങനെ കളിപ്പിക്കാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പമ്പിൻ എടുക്കാം, പൈസ ചില്ലറയുള്ള ചെറിയൊരു പമ്പിൻ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കാണിക്കാം, ഇങ്ങനെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് $10 ഒരു പമ്പിന്, പല ഉണ്ട്, 10, 12, 18 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് 10 രൂപ ഇതിനകത്ത് നിക്ഷേപിക്കുകയാണ്. $10 ഇട്ടു. അപ്പോൾ നമ്മൾ ഓർഗാനിക് പമ്പിൻ, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വില കൂടുതലായിരിക്കും. ഇതൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. $10 എഴുതിയിട്ടുണ്ട്, ആണല്ലേ, $10. അപ്പോൾ നമ്മൾ ഈ പമ്പിനെടുത്തു. അപ്പോൾ ഇങ്ങനെ ഈ പോകുന്ന സൈഡിൽ മുഴുവൻ ഇങ്ങനെയുള്ള കടകൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പ്രത്യേകിച്ച് ഈ റൂട്ടുകൾ ആപ്പിളിൻ്റെ ഉണ്ടായിരുന്നു, ആപ്പിളുണ്ട്, പലതുണ്ട്. പക്ഷേ നമ്മൾ ആപ്പിളിൻ്റെ കണ്ടെടുത്തു, പക്ഷേ അത് തീർന്നു തോന്നുന്നു. വാൻ മാത്രമേ കണ്ടുള്ളൂ. പങ്കെടുത്തുള്ളൂ, ആരുമില്ല. സത്യസന്ധ ഹൈവേയുടെ സൈഡിൽ ഈ പറഞ്ഞ കൊടുക്ക് നമ്മളോർക്കും ഇതെല്ലാം അടിച്ചു കൊണ്ടുപോകാന്നുള്ളൊരു മനസ്സിൽ ചിലവർക്ക് കാണാമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആരും ചെയ്യാറില്ല കേട്ടോ. വേറെ നമുക്ക് നേരെ ഇത് മേടിച്ച് ഇതിന് പമ്പിൻ സൂപ്പോ പമ്പിൻ അലുവായോ ഒക്കെ പലതും ഉണ്ടാക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതെ അതെ അതെ, നല്ല സാധനം. എന്നാ വെച്ചോ. നമ്മൾ ആ പമ്പിനും അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുറന്ന് ഇച്ചിരി പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക ഏകദേശം 1 മണിയായി. അപ്പോൾ ഇച്ചിരി നമ്മൾ രാവിലെ ചോറും ഇച്ചിരി ചിക്കനൊക്കെ വറുത്തായിരുന്നു, ജീശ മോരൊക്കെ പെട്ടെന്ന് കാഴ്ചയായിരുന്നു. അപ്പോൾ ആ സംഭവം കഴിക്കാൻ വേണ്ടി നമ്മൾ നല്ല മനോഹരമായ ഒരു സ്ഥലം പോകുന്ന വഴിക്ക് ഒരു ലേക്കിൻ്റെ സൈഡിൽ നല്ല മനോഹരമായ ഒരു ലേക്ക്, അത് തൊട്ടപ്പുറത്ത് റിസർവ് ഡാമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡ്രോണോ സംഭവം ഒന്നും പറത്താൻ പാടില്ല, കാരണം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് എടുക്കുന്നില്ല. പക്ഷേ എങ്കിലും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ഇനി വണ്ടിയെ നമ്മുടെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇച്ചിരി ഭക്ഷണം കഴിക്കണം. എന്നിട്ട് വേണം അടുത്ത ഒരു 200 കിലോമീറ്റർ ഉണ്ട്, 280 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്ത് നമ്മുടെ വീട്ടോട്ടെത്താൻ. ആദ്യമേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം. ഉണ്ടാക്കിയ ചോറിൻ്റെ ചൂടൊക്കെ പോയെന്ന് എനിക്കറിയാമല്ലോ, ഏതായാലും നമുക്ക് അങ്ങോട്ട് ഇല്ല. ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വിമ്മിങ് അലൗഡല്ല. എനിക്ക് തോന്നുന്നു ഡേഞ്ചറസ് അടി ആണ്. ഈ കറണ്ട് കാണും, നല്ല ഒഴുക്ക് കാണും അടിയിൽ, പിന്നെ വല്ല ചുഴിയോ അങ്ങനെയുള്ള കാണുമായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഫിഷിങ് അലൗഡല്ല. ഇവിടെ വെണ്ടയ്ക്ക മുഴുപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഒരു സൈറ്റാണ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ഇതുകൊണ്ടുള്ള ലേക്കുകളൊക്കെ ചെറിയ തോതിലുണ്ട്. അതിങ്ങനെ കിടക്കുക, ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക. ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ നല്ല മഴ ടൈമിൽ ഇത് അവിടെ ഇതിൻ്റെ അളക്കുന്നതല്ല, അതൊക്കെ ആ മണ്ടയ്ക്ക് വരുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരും ഇവിടെ എല്ലാം. ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയെ പോകണക്ക് തന്നെ അവിടെ എല്ലാം വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കുകയാണ്. ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ആൾക്കാരിങ്ങനെ വണ്ടിയൊക്കെ ചില വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. അവിടെ ടോയ്ലറ്റ് അതിന് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിക്കുകയാണ്. നമുക്കിത് ഇച്ചിരി ചിക്കൻ വറുത്തത് നമ്മൾ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ വറുത്തത് കാരണം എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കണം. പിന്നെ പപ്പടം, ഇച്ചിരി പപ്പടം, പിന്നെ ഇച്ചിരി 2 വയസ്സുള്ള അച്ചാർ. ഇതെന്നാ അച്ചാർ? പ്രോണും ഉണ്ട്, വല്ല നാരങ്ങയുണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, നമ്മളിവിടെ ഇങ്ങനെ നോക്കി കഴിയുമ്പം ഈ വ്യൂ ആണ് അല്ലേ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ വ്യൂവിലിരുന്ന് കഴിക്കാം, വ്യൂവും കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ നമുക്ക് കഴിക്കാം. കണ്ടോ, എന്നാ പൊളി അതെ, അടിപൊളി അല്ലേ.
ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് എത്തി. ഇപ്പം ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചയോളമായി. അന്ന് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടുന്ന് ഡാമിൻ്റെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടുപോരുമായിരുന്നു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 7 മണി 7:30 ആകും വീട്ടിലെത്താൻ എന്നുള്ള സമയം കണക്ക് കൂട്ടി. നമ്മൾ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചില കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിർത്തിയില്ല, കാരണം നേരെ വീട്ടിലോട്ടേക്ക് പോന്നു. അപ്പം നമ്മൾ സേഫായിട്ട് നമ്മളിങ്ങനെ എത്തി. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി. പിന്നെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് മറുപടിയും കൂടെയാണ് ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവർ കൊണ്ട് ചേട്ടാ സ്ക്രിപ്റ്റൊക്കെ മാറ്റി പിടിക്കണം, പരമ ബോറായിട്ടുണ്ട്, ചേട്ടൻ്റെ മോൻ കണ്ട് മടുത്തു എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഞാനൊരു വലിയ വ്ളോഗറല്ല, എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം ഒരു 10,000-നും 30,000 ഇടയ്ക്കൊക്കെ മിക്ക വീഡിയോസിനും വ്യൂസ് കിട്ടാറുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. കാരണം എന്നെ പോണക്ക് വലിയ കഴിവൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ വലിയ സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാൾ വീഡിയോ ഈ 10,000, 20,000, 25,000 ഇടയ്ക്കൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. നേരത്തെയൊക്കെ ഞാൻ ഒരു 100-500 വ്യൂസ് മാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല തുടക്കകാലത്തൊക്കെ. അപ്പം വീഡിയോ ഇടുമ്പം നമ്മൾ കുറേ പേര് കാണണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ വലിയൊരു കാര്യമാണ്, ഇത്രയും വ്യൂസ് കിട്ടുക എന്നൊക്കെ പറയുന്നത്. എൻ്റെ ചാനൽ ആർട്ടിൽ എൻ്റെ ആ മെയിനകത്ത് കിടക്കുന്നതൊക്കെ വലിയ ലോകത്ത് എൻ്റെ ചെറിയ ജീവിതമാണ്. ഇപ്പോൾ നമുക്ക് ചിലപ്പം ഞാൻ ട്രാവൽ ചെയ്യായിരിക്കും, ചിലപ്പം ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. കുറച്ച് പ്രേക്ഷകരുണ്ട്, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഒരായിരം നന്ദി. കാരണം ഞാൻ ഈ ഫാമിലിയായിട്ടൊക്കെ മെയിനായിട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതല്ല, നമ്മൾ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ അത് പകർത്തുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഡെയിലി ഇട്ട് പോവുകയാണെങ്കിൽ ആ ബോറടി മാറുമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഫുൾ ടൈം ഒരു ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. അതുകൊണ്ട് ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു ആവർത്തന വിരസതയായിട്ട് തോന്നും. അത് വേറെ ആരുടെയും കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ നല്ല ഡെയിലി വ്ളോഗേഴ്സ് ഉണ്ട്. അവർ പല പല രാജ്യങ്ങൾ കവർ ചെയ്ത് ഡെയിലി വീഡിയോസ് പോകും, അത് വീഡിയോ എടുക്കാൻ വേണ്ടി അവർ പോകുന്നതാണ്. അപ്പോൾ ആ കൂടുതൽ ആൾക്കാരെ കാണുകയും അത് വരും മെയിൻ വരുമാന മാർഗ്ഗമാണ്. പക്ഷേ എൻ്റെ അങ്ങനെയല്ല, നമുക്ക് ഇവിടെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ഈ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സദേ ക്ഷമിക്കുക. അപ്പോൾ തുടർന്ന് ഇനി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലൊക്കെ വീഡിയോസ് കാണും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല കമൻറ്റുകൾ അല്ലെങ്കിൽ വിമർശിക്കുന്ന കമൻറ്റുകൾ, മോശം കമൻറ്റുകളൊന്നും അതെനിക്കധികം വരാറില്ല. അങ്ങനെ കുറേ ചെറിയ കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. കാരണം അവർ അല്ലാത്ത വീഡിയോസും കാണില്ല, ചില വീഡിയോസ് ഇങ്ങനെ കണ്ടിപ്പോൾ അവർക്ക് ബോറടി വന്നുകൊണ്ട് ഇട്ടതായിരിക്കാം. അപ്പോൾ അതിനെനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആരും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും, അടുത്ത നല്ല സബ്ജക്റ്റുമായി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.